ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡേ കണ്ടാലും. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അതിൻ്റെ മുമ്പ് നമ്മുടെ സൂര്യൻ ചേട്ടനെ കണ്ടായിരുന്നു. അപ്പോൾ സൂര്യൻ ചേട്ടനെ കണ്ടപ്പോൾ നമ്മുടെ തുണിയെല്ലാം ഉണക്കിയിടണ്ടേ. നമ്മുടെ മഴക്കാലമാകുമ്പോൾ നമുക്ക് തുണിയൊക്കെ ഉണക്കിയിടാൻ ഭയങ്കര ചൊറയായിരിക്കില്ലേ. അപ്പോൾ സൂര്യൻ ചേട്ടനെ കണ്ടതേ നമ്മുടെ തുണിയെല്ലാം വിരിച്ചിടാൻ വേണ്ടി പപ്പായും മമ്മയൊക്കെ ഇറങ്ങി. പിന്നീട് നമ്മൾ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. തുണി അലക്കിയിട്ടത് ഉണങ്ങാനുണ്ടായിരുന്നു. മഴക്കാലമായ നമുക്ക് എല്ലാവർക്കും അറിയാലോ, തുണിക്ക് ഉണക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ അഴയൊക്കെ കെട്ടി തുണിയെല്ലാം അലക്കി. പിന്നെ അന്നത്തേക്ക് അത് കഴിഞ്ഞത്തേക്ക് കുഞ്ഞാറ്റപ്പെണ്ണ് എഴുന്നേറ്റു. എന്നിട്ട് അവളെ പല്ലൊക്കെ തേച്ചിപ്പിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്കും അവൾക്ക് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ അവളെ വെള്ളത്തിലിറക്കി. അവൾ വെള്ളമെല്ലാം കളിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. തുണിയെല്ലാം കുറച്ച് ഉണക്കി കഴിയുമ്പോഴത്തേക്കും ബാക്കി തുണിയും കൂടെ അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അലക്കാൻ സ്ഥലവും ഇടാൻ സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് ഇതിലിട്ട് തുണി ഉണക്കിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ വിചാരിക്കുകയാണ്. അങ്ങനെ തുണിയെല്ലാം അലക്കി ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. നമുക്കറിയാം, തുണി ഉണക്കിയെടുക്കാൻ ഭയങ്കര ചൊറയാണല്ലേ, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഒന്നാമത്തെ ഇടയില്ലാത്ത സമയത്ത്. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നവരേക്കല്ല എല്ലാവരും തന്നെ. ഇതേ അവസ്ഥയാണ് നിങ്ങളുടെ വീട്ടിലും. അപ്പം അങ്ങനെ ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടത്തേക്കും മഴയൊക്കെ പെയ്ത് അവൾ അയ്യോ മഴ പെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ തുണി അടക്കം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എടുത്ത് വെയിലത്തിട്ടു. പിന്നെ അത് എടുത്തിടുന്നു, അകത്തിടുന്നു. അതാണ് ഞങ്ങളുടെ പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിസ്ത ഓരോന്ന് അവൾക്ക് പറക്കി തിന്നാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതങ്ങനെ പൊട്ടിച്ച് കൊടുക്കണം, അവൾക്ക് കടിക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പൊട്ടിച്ച് കൊടുക്കുകയായിരുന്നു. പൊട്ടിച്ചിട്ട് ഓരോന്ന് പറക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ ചുമ്മാ പാട്ടൊക്കെ വെച്ച് ചെറിയ ഡാൻസൊക്കെ ഫോണിൽ നോക്കുന്നുണ്ട്. നേരെ ഫോണിലേക്ക് തന്നെയാണ് അവൾ നോട്ടം വെക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.